അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത് ആരംഭിച്ച വിഷയങ്ങൾ അല്ലെങ്കിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ വൈവാഹിക രംഗത്ത് എന്തുകൊണ്ടാണ് അവർ പിന്തിരിഞ്ഞു നിൽക്കുന്നത്, അതുപോലെ വിവാഹമോചനങ്ങൾ എന്തുകൊണ്ട് തേടുന്നു എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഒരു കംപ്ലീഷൻ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു എപ്പിസോഡോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അത് കംപ്ലീഷൻ എന്ന് പറയാൻ പറ്റില്ല, അതിനുള്ള റീസണുകൾ എന്താണ്, വാട്ട് ഇസ് എ സൊല്യൂഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത് പെൺകുട്ടികൾ, വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ അതിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ പിന്തിരിഞ്ഞു പോകാനുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ മറ്റു പുരുഷന്മാരിലേക്കും പരപുരുഷ ബന്ധങ്ങളിലേക്ക്, അല്ലെങ്കിൽ വിവാഹ ജീവിതം നിക്കാഹും ഒക്കെ കഴിഞ്ഞിട്ട് ആ കല്യാണമേ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി പിന്നീട് അത് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകുന്ന അവസ്ഥകൾ അതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അവസ്ഥ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം, ഒട്ടും വിവാഹം തന്നെ വേണ്ട എന്ന് തീരുമാനിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ, അതിനുള്ളൊരു പരിഹാരമാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ആദ്യം കണ്ടെത്തിയത്, ആ കാരണങ്ങൾക്കുള്ള പരിഹാരമാണ് നിർദ്ദേശിച്ചത്. ഇന്നത്തെ ഒരു എപ്പിസോഡിലും ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയും വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവൂ. അത് മനസ്സിലാക്കി അതില്ലാതിരിക്കാൻ എങ്ങനെയാണ് നമുക്കതിനെ പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് നമ്മൾ ഈ സ്നേഹക്കൂടിലും വെക്കുന്നത്. ഇന്നും നമ്മോടൊപ്പം ബഹുമാന്യനായ പ്രൊഫസർ കെ പി സർ ജോയിൻ ചെയ്യുകയാണ്. വളരെ നല്ല മാർഗ്ഗനിർദ്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഈ ഒരു രംഗത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൗൺസിലിംഗ് രംഗത്തുള്ള അനുഭവങ്ങൾ അതൊരു റിയൽ എക്സ്പീരിയൻസ് തന്നെയാണ്. എക്സ്ട്രാജനിക്കായിട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ വേറെ ആരൊക്കെയോ പറഞ്ഞു കേട്ട് ഉണ്ടായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ വെറും വായനയിലൂടെ ലഭിച്ച അനുഭവങ്ങളല്ല. ഓരോ ദിവസവും തൻ്റെ അടുത്തേക്ക് എത്തുന്ന ഇതുപോലെയുള്ള കേസുകൾ, അതിനെക്കുറിച്ച് പഠിക്കുകയും അവർക്ക് അതിനു വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകുകയും അവരുടെ ജീവിതത്തിലൊക്കെ ഒരു വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത്, അതിൽ നിന്നുള്ള അനുഭവങ്ങളാണ് നമുക്ക് ഈ ഒരു രംഗത്ത്, ഈ ഒരു സ്നേഹക്കൂടിലും അദ്ദേഹം പങ്കുവെക്കുക. എന്തായിരുന്നാലും കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിൽ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെയുള്ള തൗഫീക്കും ആഫിയത്തും അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, എല്ലാവർക്കും നൽകട്ടെ. പ്രത്യേകിച്ചും ഈ ഒരു സ്നേഹക്കൂടിൽ അദ്ദേഹമാണ് പലപ്പോഴും നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അദ്ദേഹത്തിന് വളരെ ഒരു സാർത്ഥതയോട് കൂടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാമല്ലോ, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് കൂടി ആവശ്യപ്പെടുകയാണ്. ഏതായിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന് വളരെ ബഹുമാനത്തോടു കൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ 2 എപ്പിസോഡുകളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ, പെൺകുട്ടികൾ വിവാഹമോചനം ആവശ്യപ്പെടാനുള്ള റീസൺസുകളെ കുറിച്ച്, അതിൻ്റെ സൊല്യൂഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് റീസണുകൾ ഇനിയും ഒരുപാട്, ആ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ആ റീസണുകൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിച്ചെങ്കിലേ, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതൊക്കെ പലപ്പോഴും പല സഹോദരിമാരുടെ ലൈഫിലൊക്കെ ഉണ്ടാവാം. അതുപോലെ ചില സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്, രണ്ടും ഉണ്ടല്ലോ. സ്ത്രീകൾ അങ്ങനെ ആവശ്യപ്പെടാനുള്ള കാരണം എന്താണെന്നുള്ളത് സഹോദരന്മാരാണ് ഏറ്റവും കൂടുതൽ, ആണുങ്ങളാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അത് ഏറ്റവും കൂടുതൽ നന്നായി ഉപകരിക്കുന്നുണ്ടെന്നുള്ള അവസ്ഥയാണ് നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീഡ്ബാക്കുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ, അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നല്ല നിലയിൽ വേണം, അംഗീകാരങ്ങൾ കൊടുക്കണം, വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾക്ക് വേണ്ട അർഹത, അതുപോലെ ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള ഒരു സുരക്ഷ, പിന്നെ വീട്ടിൽ നല്ലൊരു സാഹചര്യം ഉണ്ടാവും, അതൊക്കെ അതിൻ്റെ ഘടകങ്ങളാണ്. നമ്മൾ കമ്പാരിസൺ, അതൊരു വലിയ വില്ലനാണ് നമ്മൾ ചർച്ച ചെയ്തു. അഥവാ ഒരു സ്ത്രീയെ ചൂണ്ടിയിട്ട് അവളെ കണ്ടുപഠിക്കൂ, അവളുണ്ടാക്കിയത് കണ്ടില്ല എന്നുള്ള, അതൊക്കെ പലപ്പോഴും നമ്മുടെ ഭാര്യമാർക്ക് നമ്മളോടുള്ള ഒരു വിരക്തിയും വെറുപ്പൊക്കെ ഉണ്ടാക്കാനുള്ള അവസ്ഥ ഉണ്ടെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കാതിരിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ്. ഇനി അടുത്ത ഇതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇതുപോലെയുള്ള ഇനിയും ഒരുപാട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട റീസണുകളില്ലേ, അവയൊക്കെ പറഞ്ഞു തുടങ്ങാം. അതിൽ വലിയ വില്ലൻ എന്ന് പറഞ്ഞാൽ വൈവാഹിക ജീവിതത്തിൻ്റെ ഒരു പാഷൻ, അഭിനിവേശം എന്നൊക്കെ പറയുന്നത് ഹെൽത്തി സെക്സ്വൽ റിലേഷൻഷിപ്പാണ്. അത് നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമല്ല. ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു കാലത്ത് ഒരു സോഷ്യൽ ടാബു ആയി കൺസിഡർ ചെയ്യപ്പെട്ട വിഷയമാണ് സെക്സ് എന്നുള്ളത്.
ഇന്ന് അതിൻ്റെ അതിർവരമ്പുകളൊക്കെ ഭേദിച്ച് എല്ലാ കാര്യങ്ങളും ഓപ്പണായി ഡിസ്കസ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ സെക്സ് എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് അവരുടെ ലൈംഗികമായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും പുറത്ത് പറയുന്നതിൽ മടിയും അതുപോലെ തന്നെ ലജ്ജയും ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നാൽ അവരുടെ ജെന്യൂയിനായിട്ടുള്ള അവരുടെ ന്യായമായിട്ടുള്ള നീഡ്സിനെ ഫുൾഫിൽ ചെയ്യപ്പെടാതിരിക്കുക, അത് വർഷങ്ങളോളം. എനിക്ക് പറയാൻ പറ്റുമോ, ഒരിക്കൽ കുറച്ച് ദൂരെ നിന്ന് ഒരു കൗൺസിലിംഗ് കേസ് എൻ്റെ അടുത്ത് വന്നു. ഭാര്യയും ഭർത്താവും, അവരെ കൊണ്ടുവന്നത് നമ്മുടെ സംഘടനയുടെ പ്രവർത്തകരാണ്. ഭാര്യയും ഭർത്താവും കൂടിയാണ് കൊണ്ടുവന്നത്. അവരുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ എന്തോ ഒരു സ്പെല്ലിംഗ് എറർ ഇവരുടെ റിലേഷൻഷിപ്പിലുണ്ടെന്ന് ഇവർക്ക് ബോധ്യമായപ്പോൾ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുക എന്നുള്ള അർത്ഥത്തിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യമായത് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അവിടെ സെക്സ്വൽ റിലേഷൻഷിപ്പേ നടന്നിട്ടില്ല. അത് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പെൺകുട്ടി പറയുന്നത് ഞാൻ വിചാരിച്ചു, അവൾ പറയാണ്, ഞാൻ വിചാരിച്ചു എല്ലാ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അതുകൊണ്ടാണ് അവളുടെ നിഷ്കളങ്കത കൊണ്ട് അവൾ അത് പറയാതെ പോയത്. ഇങ്ങനെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാരൻസിനോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരുടെ വിവാഹം ഏറ്റവും നല്ല രൂപത്തിൽ ആർഭാടത്തോടു കൂടിയൊക്കെ നടന്നിട്ടുണ്ടാവും, എല്ലാ മാനസിക പിന്തുണയും കുടുംബം നൽകിയിട്ടുണ്ടാവും. പക്ഷേ ചിലപ്പോൾ വളരെ ദൂരെ സ്ഥലത്തായിരിക്കും ഈ ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത്. ഇവർക്കിടയിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ സെക്സ്വൽ റിലേഷൻഷിപ്പോ തീരെ നടക്കുന്നുണ്ടാവില്ല. ഇത് നടക്കുന്നില്ല എന്നുള്ളത് ഈ പെൺകുട്ടി അവളുടെ അജ്ഞത കാരണം അല്ലെങ്കിൽ അവളുടെ ലജ്ജ കാരണം പുറത്ത് പറഞ്ഞിട്ടുമില്ല. ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷം പുറത്തേക്ക് വരികയാണ്. ഇത് പുറത്ത് വരുമ്പോൾ പിന്നെ ഈ കുട്ടി ചിന്തിക്കുകയാണ്, എന്തിനാണ് ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കുന്നത്? ലൈംഗികമായ ഒരു മരവിപ്പ് അല്ലെങ്കിൽ തൻ്റെ ഭാര്യയെ ഒന്ന് സ്പർശിക്കാൻ പോലും. ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കേസിൽ ഒരു പ്രൊഫഷണൽ തലത്തിൽ സർവീസ് ചെയ്യുന്ന ഒരു പെൺകുട്ടി, മെഡിക്കൽ രംഗത്ത് സർവീസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ആൾ വന്നിട്ട് പറഞ്ഞത്, എൻ്റെ ഭർത്താവ് എന്നോട് ലൈംഗികമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഇല്ല, എന്നാൽ ആ കുടുംബത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ കുട്ടി ജീവിക്കുന്നത്. എന്നാൽ ഒരു മുസ്ലിം ഐഡിയോളജിയിൽ വളരെ ഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് വേറെ രൂപത്തിലുള്ള ഒന്നിനെ സംബന്ധിച്ച് അവൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സഫർ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പോൾ ലൈംഗിക മരവിപ്പ് എന്നുള്ള അവസ്ഥ പലപ്പോഴും പുരുഷനുണ്ടായിരിക്കും. അതായത് വിവാഹത്തോട് തന്നെ നീരസം കാണിക്കുന്ന, വിവാഹ ജീവിതം ആഗ്രഹിക്കാത്ത. അപ്പോൾ ഇന്ന് ആ ഒരു വിഭാഗത്തെയാണ് നമ്മൾ LGBTQ എന്ന അംബ്രല ടേമിൽ കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ വൈവാഹിക ജീവിതത്തോട് അവർക്ക് താല്പര്യമല്ല, അത് അവരുടെ പല ജനറ്റിക് റീസൺ കൊണ്ടുമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊരു വില്ലനാണ്. അപ്പോൾ പെൺകുട്ടി വൈവാഹിക മോചനം, വിവാഹ ജീവിതത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലൈംഗികമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഭർത്താവുമായിട്ടില്ല എന്നുള്ളതാണ്. ഇത് പലപ്പോഴും ഞാൻ അങ്ങോട്ട് പോവില്ല, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ഈ രൂപത്തിലായിരിക്കും അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുക. എന്നാൽ മധ്യസ്ഥരായി നിൽക്കുന്ന മീഡിയ പേഴ്സൺസ്, മിഡിൽ പേഴ്സൺസിനൊന്നും ഇത് കിട്ടില്ല. കാരണം അവരുടെ മുമ്പിൽ ഈ കുട്ടി ഇത് പറയില്ല. അതുകൊണ്ടാണ് ഒരു കൗൺസിലറുടെ അടുത്ത് എത്തുമ്പോൾ അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയാണ്. തുറന്ന് പറയുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഇത് എന്താണ് അതിൻ്റെ ബേസിക് റീസൺ. ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ച്, ലൈംഗിക ജീവിതത്തെ സംബന്ധിച്ച് പേടി കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായ ഷോക്ക് കൊണ്ട്, അല്ലെങ്കിൽ ദുരനുഭവം കൊണ്ട്, സെക്സ് അബ്യൂസ് കൊണ്ട്, അതായത് പെൺകുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൽ വെച്ച് ഉണ്ടായിട്ടുള്ള ലൈംഗിക പീഡനം കൊണ്ട്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇതൊക്കെ സംഭവിക്കുക. പുരുഷനെ സംബന്ധിച്ചും പുരുഷന്റെ വഴിവിട്ട ലൈംഗിക ജീവിതം കൊണ്ട് പലപ്പോഴും ഇപ്പം എഫെയറിലൊക്കെ കുടുങ്ങി അത്തരം അധാർമിക ജീവിതം നയിച്ച് എന്നിട്ട് ലൈംഗികതയോട് തന്നെ ഒരു തരം വിരക്തി ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പുരുഷൻ മാറിയിട്ടുണ്ടാവും. എന്നാൽ ഇയാളത് മറച്ചു വെക്കും, എന്നിട്ട് കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് ഇവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നല്ല തറവാടിത്തം ഉണ്ടാവും, നല്ല സമ്പത്ത് ഉണ്ടാവും, എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും, പക്ഷേ അവർക്കിടയിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അപ്പം ഇന്ന് വൈവാഹിക മോചനം നടക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ ഹെൽത്തി സെക്സ് ഉണ്ടാവുന്നില്ല എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ലജ്ജയോടുകൂടി മടിയോടുകൂടി കാണുന്ന ഒരു കാര്യമാണ് ലൈംഗികപരമായ കാര്യങ്ങൾ
അതിൽ വരുന്ന പ്രയാസങ്ങളൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക എന്നുള്ളത് ശരി, ഒരർത്ഥത്തിൽ ശരി തന്നെയാണ്. എല്ലാവരോടും തുറന്നു പറയേണ്ട കാര്യങ്ങളല്ല ലൈംഗികതയും സെക്സ് എന്ന് പറയുന്നതൊക്കെ. പക്ഷേ ഒരു വിവാഹത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് കുടുംബജീവിതം നന്നായി ആസ്വദിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ലൊരു ലൈംഗിക ബന്ധം ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവുക എന്നുള്ളത്. അതുണ്ടെങ്കിലേ നല്ലൊരു ജീവിതം ഉണ്ടാവൂ എന്നുള്ളത് തന്നെയാണ്. നല്ല സ്വരച്ചേർച്ചയോടുകൂടി നല്ല ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം അതിൽ പെൺകുട്ടികൾക്ക് പലപ്പോഴും നേരത്തെ സഹസർ പറഞ്ഞതുപോലെ തന്നെ ലൈംഗിക ജീവിതത്തിൽ അവർക്ക് കിട്ടേണ്ട സംതൃപ്തി, അതുപോലെ തന്നെ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും ചില പെൺകുട്ടികളെങ്കിലും പറയാറുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള കേസുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതിലൊക്കെ കേൾക്കുന്നൊരു വാക്കാണ്, ഭക്ഷണം കഴിക്കാൻ എൻ്റെ വീട്ടിലുണ്ടല്ലോ, എനിക്ക് വസ്ത്രം വാങ്ങിത്തരാൻ എൻ്റെ പാരൻസിന് സാധിക്കുമല്ലോ, ദെൻ എന്തിനാണ് ഞാൻ അവിടെ തന്നെ ആ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ലഭിച്ചതാണല്ലോ, എനിക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ വ്യംഗ്യമായിട്ടെങ്കിലും സൂചിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലൈംഗികമായിട്ടുള്ള സ്ത്രീകളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുക എന്നുള്ളത് ഒരു പുരുഷന് നിർബന്ധമാണ് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സ്വഹാബിമാരെയും വിവാഹം കഴിഞ്ഞിട്ട് ഇതുപോലെ പള്ളിയിൽ ചടഞ്ഞിരിക്കുന്ന ചില ആളുകളോട് വീട്ടിലേക്ക് പറഞ്ഞയച്ച സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തികാഫിലല്ല, അല്ലാത്ത സന്ദർഭങ്ങൾ, നോമ്പിൻ്റെ അല്ലാത്ത സമയങ്ങളിൽ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ച ഹദീസുകൾ, സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അഥവാ നിനക്ക് നിന്നോടൊരു ബാധ്യതയുണ്ട്, നിൻ്റെ ഭാര്യയോടൊരു ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഞാൻ നോമ്പനുഷ്ഠിക്കും എന്ന് പറഞ്ഞ ഒരു തീരുമാനമെടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ ജീവിതം എങ്ങനെയായിരുന്നു നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു ഹദീസാണ്. അതിൽ ഒരു സഹോദരൻ, ഒരു സഹാബി പറഞ്ഞത് ഞാൻ മുഴുവൻ ദിവസവും നോമ്പനുഷ്ഠിക്കുമെന്നാണ്. മറ്റൊരു സഹാബി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനിനി ഫുൾ ടൈം അഥവാ നൈറ്റിൽ രാത്രി മുഴുവനും എഴുന്നേറ്റ് നമസ്കരിക്കുമെന്നാണ്. ആ 3 ആളുകളെയും തിരിച്ചു വിളിച്ച് ഇവരോട് പറഞ്ഞത് ഞാൻ നോമ്പനുഷ്ഠിക്കാറുണ്ട്, നോമ്പ് ഒഴിവാക്കാറുണ്ട്, അതുപോലെ തന്നെ ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട് എന്നുള്ളതാണ്. നിനക്ക് നിന്നോടൊരു ബാധ്യതയുണ്ട്, നിൻ്റെ കുടുംബത്തോടൊരു ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. കുടുംബത്തോടുള്ള ബാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൻ്റെ ഇണയുമായിട്ടുള്ള ലൈംഗിക ബന്ധം. അവർക്ക് കിട്ടേണ്ടത് ഒരു ഭർത്താവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ എവിടെയെങ്കിലും ഒക്കെ പുരുഷന് വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു മാനസിക അകൽച്ച ആ സ്ത്രീയിലുണ്ടാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഡിവോഴ്സ് ആവശ്യപ്പെടാനും ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കാനും ഒരു വലിയ കാരണമായി ഈ ഒരു കാര്യം മാറുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. മറ്റൊരു സംഗതി, ഈ കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥ, അത് പലപ്പോഴും പുരുഷന്മാർ പറയാ സ്ത്രീയുടെ തകരാറാണ്, സ്ത്രീ അവള് സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് ഇന്ന പോരായ്മയുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കേസിൽ ഭാര്യയും ഭർത്താവിനെയും ഇരുത്തി സംസാരിക്കുമ്പോൾ ഈ ലൈംഗിക ബന്ധം ഇഫക്റ്റീവായിട്ട് നടക്കേണ്ട ഒരു സമയത്ത് നടന്നാൽ മാത്രമല്ലേ അവിടെ സന്താനം ഉൽപ്പാദിപ്പിക്കപ്പെടുക, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇത് ഈ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുകയും ഒന്നിച്ച് ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ള കാര്യം അത് നടക്കാതെ വല്ലപ്പോഴും ഒരു വിരുന്നുകാരൻ എന്നുള്ള അർത്ഥത്തിൽ വീട്ടിൽ വന്ന് കടമ നിർവഹിച്ചു പോകുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഉണ്ടാവാത്തതിൻ്റെ കാരണം മുഴുവൻ ഒരു പെണ്ണിൽ ചുമത്തി രക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ട്. ഇവിടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം പുരുഷന് തന്നെയാണ്. നല്ല ഒരു മാനസികാവസ്ഥയോടുകൂടി, ആഗ്രഹത്തോടുകൂടി, താല്പര്യത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ഏറ്റവും ഉദാത്തമായ ഒരു കർമ്മമാണ് ഞാൻ നിർവഹിക്കുന്നത്, ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കർമ്മത്തിലാണ് ഞാൻ പ്രവേശിക്കുന്നത് എന്ന ഒരു നല്ല നിയ്യത്ത് ഉണ്ടായി നിർവഹിക്കേണ്ട, പ്രാർത്ഥനയോടുകൂടി നിർവഹിക്കേണ്ട കർമ്മം വളരെ നിസ്സാരമായി കണ്ട് ഒരു പ്രാർത്ഥനയും ഉച്ചരിക്കാതെ തോന്നിവാസിയായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു വലിയ പരീക്ഷണമല്ല കൊടുക്കുക. അപ്പം ഇവിടെ ഒരു ഭാര്യയ്ക്ക് ലഭിക്കേണ്ട ഏറ്റവും അർഹമായ പരിഗണന കിട്ടുന്നതോടൊപ്പം സന്താന ഉൽപാദനം എന്നുള്ളതും സന്താന ലബ്ധി എന്നുള്ളതും അത് അള്ളാഹു തൗഫീക്ക് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആൺകുട്ടികളെ കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആണിനെയും പെണ്ണിനെയും ഇടകലർത്തി കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സന്താനത്തെ കൊടുക്കാതിരിക്കുന്നു. ഈ ആയത്തിന്റെ സാരം ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം തവക്കുൽ അയാൾക്കുണ്ടാവും. അയാൾ ഒരിക്കലും മറ്റ് കേന്ദ്രങ്ങളിൽ ഒരു സന്താനം ഉണ്ടാവാൻ വേണ്ടി അള്ളാഹു അല്ലാത്ത സൃഷ്ടികളിൽ ഭരമേൽപ്പിക്കാനോ ജാറങ്ങളിൽ ജാറം മൂടാനോ അത്തരം
കാര്യങ്ങൾ ചെയ്യാനൊന്നും പോവില്ല. അതെ. കാരണം അയാൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്, എനിക്ക് സന്താനത്തെ നൽകുന്നതും നൽകാതിരിക്കുന്നതും കാരുണ്യവാനായ അള്ളാഹുവാണ്. ഈ ഒരു ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. പലപ്പോഴും ലൈംഗിക വിഷയത്തിൽ മരവിപ്പുണ്ടാവുമ്പോൾ ഞാൻ ഈ ഭർത്താവിൻ്റെ കൂടെ എന്തിന് ജീവിക്കണം എന്ന ഒരു വലിയ ചിന്ത ഈ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം എല്ലാ കാര്യങ്ങളും ഉദാരമായി ചർച്ച ചെയ്യുന്ന സ്ത്രീകളുടെ തന്നെ പ്രത്യേകമായ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിതൊക്കെ സ്വകാര്യമായിട്ട് അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തീരുമാനം എടുക്കുകയാണ്, ഞാൻ എന്തിനാണ്, അല്ലെങ്കിൽ മറ്റ് സഹോദരി ഇവളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ എന്തിനാണ് അയാളുടെ കൂടെ അങ്ങനെ ജീവിക്കുന്നത്, ഇതിനേക്കാളും നല്ലത് നീ വിവാഹമോചനം തേടിക്കൂടെ. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാരണം. അതുപോലെ ഈ ലൈംഗിക ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള മറ്റൊരു കാരണം തൻ്റെ ഭാര്യയ്ക്ക് തന്നോട് താല്പര്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഭാര്യമാർ പലപ്പോഴും പറയുന്നത് റേപ്പ് പോലെയാണ് അദ്ദേഹം ലൈംഗിക ചേഷ്ടകൾ നിർവഹിക്കുന്നത്, എൻ്റെ ഒരു താല്പര്യമോ എൻ്റെ ഒരു ഇഷ്ടമോ അതല്ലെങ്കിൽ എൻ്റെ സമയമോ സന്ദർഭമോ ഒന്നും പരിഗണിക്കാതെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ എൻ്റെ അടുത്ത് കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ, അതിൽ എന്നെ പരിഗണിക്കാറേ ഇല്ല എന്നുള്ള സാഹചര്യങ്ങളും ചിലപ്പോൾ കാണാം. വലിയ നിങ്ങൾ പറഞ്ഞ ഈ പോയിന്റ് ഇതൊക്കെ സ്വകാര്യമായി വെക്കുന്ന കുറേ പോയിന്റുകളാണ്. എന്നാൽ ഈ സ്നേഹക്കൂട് പോലെയുള്ള സംവിധാനത്തിൽ കൂടി ഈ കാര്യങ്ങൾ നമ്മുടെ പുരുഷന്മാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ കാണാൻ പറ്റും, നിങ്ങൾ പിന്നെ ഒരു സ്നേഹദൂതനെ അയക്കുക, അല്ലേ? സ്നേഹദൂതനെ അയക്കുക എന്ന് പറഞ്ഞാൽ, സപ്പോസ് നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ യു ഷുഡ് ഇൻഫോം ഹെർ ഫസ്റ്റ്. ഇപ്പൊ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ഭർത്താവ് ഭാര്യയെ നേരത്തെ അറിയിക്കണം. എന്തിനാണ് നേരത്തെ വീട്ടിലേക്ക് നിങ്ങൾ പെട്ടെന്ന് കയറി ചെല്ലരുത്? അന്ന് ഗൾഫിലേക്ക് ആ അർത്ഥത്തിലല്ല റസൂൽ പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളെ നാട്ടിൽ നിന്ന് നിങ്ങൾ പിന്നെ പുറത്തുനിന്ന് നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഭാര്യന്റെ അടുത്തേക്ക് അറിയിക്കാതെ നേരിട്ട് ചെല്ലരുത്. ആ ഒരു പ്രയോഗത്തിന്റെ പിന്നിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി മാനസികമായി തയ്യാറെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സാവകാശം കൊടുക്കാൻ, അണിഞ്ഞൊരുങ്ങാൻ. ഈ അണിഞ്ഞൊരുങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, അല്ലെ? മവദ്ദത്തും റഹ്മത്തും, ഈ രണ്ട് പ്രയോഗങ്ങളാണല്ലോ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ മവദ്ദത്ത് എന്നുള്ള പ്രണയം എന്നുള്ള വികാരം ഭാര്യയോട് തോന്നണമെങ്കിൽ ഭാര്യ അണിഞ്ഞൊരുങ്ങേണ്ടതുണ്ട്. അത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലൈംഗികമായ ആ ഒരു വികാരം തന്റെ ഭാര്യയെ കാണുമ്പോൾ തോന്നണമെങ്കിൽ അത്തരത്തിലുള്ള ഉടയാടകൾ ധരിച്ചുകൊണ്ട് ഭർത്താവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് ഭാര്യയുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താവും തിരിച്ച് പെരുമാറേണ്ടതുണ്ട്. തീർത്തും പല്ലുപോലും തേക്കാതെ, കുളിക്കാതെ, വൃത്തിയില്ലാതെ, വളരെ അലസമായ വേഷവിധാനങ്ങളോടുകൂടി ഭർത്താവ് ഭാര്യയുടെ അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവിനെ സ്വീകരിക്കാൻ ഭാര്യയും തയ്യാറാവില്ല. ഇവിടെ ഭാര്യയുടെ മാനസികാവസ്ഥ എന്നുള്ളത് ലൈംഗിക ബന്ധത്തിൽ വളരെ പ്രധാനമാണ്. പലപ്പോഴും ഇപ്പോൾ ഈ ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും, പല വൈവാഹിക മോചനങ്ങളും സ്ത്രീകളുടെ ഭാഗത്തു നിന്നല്ല ഉണ്ടാവുന്നത്, പുരുഷന്മാരുടെ അറിവില്ലായ്മയാണ്. അതായത് ഫസ്റ്റ് നൈറ്റിൽ തന്നെ, ഒന്നാമത്തെ പ്രഥമ രാത്രിയിൽ തന്നെ തങ്ങളുടെ ലൈംഗികമായ ചേഷ്ടകൾക്ക് വേണ്ടി, ലൈംഗികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി സ്ത്രീ വഴിപ്പെടാതിരിക്കുമ്പോൾ അവിടെ ഒരു റേപ്പിംഗ് മോഡലില് തൻ്റെ ഭാര്യയാണ് എന്നാൽ പോലും ഒരു പെണ്ണിനെ മനസ്സിലാക്കില്ല. ഇവിടെ ഒരു പെണ്ണിനെ സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ പെണ്ണ് മറ്റൊരു വീട്ടിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് പറിച്ച് നടപ്പെടുകയാണ്. അതുകൊണ്ട് ഈ വീട്ടിൽ ഈ പെൺകുട്ടി വന്ന് ഒന്ന് ഇഴകിച്ചേരാനുള്ള ഒരു സമയം കൊടുക്കേണ്ടതുണ്ട്. ആ കൊടുത്ത് അവിടെ ശരിയായിട്ടില്ലെങ്കിൽ മാത്രമാണ് ഡൈവേഴ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇത് ആ അവകാശം കൊടുക്കില്ല. അപ്പൊ ഇവിടെ തകരാറ് സംഭവിക്കുന്നത് പുരുഷനാണ്. പെൺകുട്ടിയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാതെയാണ് സെക്സ്വൽ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സെക്സ് എന്നുള്ളത് ഫുൾഫിൽമെന്റ് ഓഫ് ലവ് ആണ്. അതായത് സുരക്ഷിതമായ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ മാത്രമേ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ പെണ്ണ് തയ്യാറാവുള്ളൂ. ഈ അടുത്ത് വന്ന ഒരു കേസിൽ അവിടെ അമ്മായിമ്മയായിട്ടാണ് ഈ പെൺകുട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം പറയുന്നത് വീട്ടിൽ സുരക്ഷിതമായ ഒരവസ്ഥയല്ല. അതായത് ഇവർക്ക് ലൈംഗികമായ ബന്ധം നടക്കണമെങ്കിൽ സുരക്ഷിതമായ ഒരു റൂം വേണം. ആ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിൽ ഭർത്താവ് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ സുരക്ഷിതത്വമില്ലാതെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ലൈംഗികമായ ചേഷ്ടകളിൽ മുഴുകുമ്പോൾ അത് മറ്റൊരു വ്യക്തി ഒളിഞ്ഞ് കാണുന്നില്ല എന്നുള്ള സുരക്ഷിതത്വ ബോധം പെണ്ണിനില്ലാത്ത കാലത്തോളം പൂർണ്ണമായി സെക്സ്വലായ
ആ ഒരു കാര്യത്തിലേക്ക് സഹകരിക്കാൻ പെൺകുട്ടി തയ്യാറാവില്ല. ഇത് പുരുഷൻ മനസ്സിലാക്കണം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ കാര്യങ്ങൾ അങ്ങ് പൂർത്തീകരിച്ചാൽ മതി. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു പെണ്ണിന് ലൈംഗികമായിട്ടുള്ള ഉദ്ധാരണം നടക്കണമെങ്കിൽ പുരുഷനെ പോലെയല്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം 2-3 മിനിറ്റ് കൊണ്ട് ലൈംഗികമായ രതിമൂർച്ചയിലേക്ക് അവനെത്തും. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വൈകാരികത ഉണർത്തപ്പെടണമെങ്കിൽ അത് 10-15 മിനിറ്റ് എടുക്കും. അപ്പോൾ ലൈംഗികമായ ആ ഒരു ചേഷ്ടകളിൽ കൂടി, പ്രേമലീലകളിൽ കൂടി ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ പുരുഷൻ അയാളുടെ ലൈംഗികമായ താല്പര്യം പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടുള്ളൂ. ഈ ഒരു അറിവില്ലായ്മ പലപ്പോഴും പുരുഷന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കാറുണ്ട്. ഇതുകൊണ്ടാണ് അവളുടെ മാനസികാവസ്ഥ പരിഗണിക്കാതെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതവർക്ക് വേദന ഉണ്ടാക്കുന്നു, അരോചകമായിരിക്കും, ലൈംഗികമായിട്ടൊന്നും പരിഗണിക്കില്ല. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്ഖലനം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ സ്ത്രീയുമായിട്ട് അകൽച്ച പ്രാപിക്കാനാണ് അവൻ ശ്രമിക്കുക. അപ്പോഴും അവളുടെ വൈകാരികത പൂർത്തീകരിക്കപ്പെടാതിരിക്കുമ്പോൾ അത് ശക്തമായ വെറുപ്പും അതുപോലെ തന്നെ പ്രയാസവും പെണ്ണിൻ്റെ മനസ്സിൽ ഉണ്ടാക്കും എന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും പുരുഷന് ഉണ്ടാവുന്നില്ല. ഇതും ഒരു വലിയ കാരണം തന്നെയാണ്. ലൈംഗിക ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു മനസ്സമാധാനം രണ്ടുപേർക്കും കിട്ടുക എന്നുള്ള വളരെ പ്രധാനമാണ്. അത് പുരുഷന്മാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തങ്ങളുടെ ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമല്ല സ്ത്രീകൾ എന്നുള്ളത് മനസ്സിലാക്കുക. ആ പൂർത്തീകരണത്തോടൊപ്പം തൻ്റെ പങ്കാളിക്ക് കൂടി തൻ്റെ ബാധ്യതകൾ നിർവഹിക്കുന്നു എന്ന ഒരു ബോധ്യം അതില്ലാത്തിടത്തോളം കാലം ഒരു മനപ്പൊരുത്തത്തോടു കൂടി നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നല്ല ദാമ്പത്യ ജീവിതത്തിൽ. ഇതില്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായും സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഒരു വിവാഹ മോചനത്തിൻ്റെ ചിന്തകൾ വരികയും അതിലേക്കുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇനി അടുത്ത ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യം റീസൺ നമ്മൾ പറയാനുണ്ടെങ്കിൽ, വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്ന മറ്റൊരു വിഷയം തീർത്തും വ്യത്യസ്തമായ അഭിരുചികൾ, താല്പര്യ മേഖലകൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യനായ ഭർത്താവ്, ഇപ്പോൾ വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ ആണെങ്കിൽ അയാളുടെ സമയത്തിൻ്റെ ഒരു നല്ല പങ്ക്, ഇപ്പം മരണപ്പെട്ടു പോയ ഉമ്മൻചാണ്ടി, ഇവരൊക്കെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ സമയത്തിൻ്റെ നല്ല ഒരു ശതമാനം സമൂഹത്തിൻ്റെ സർവീസിന് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളുടെ ഭാര്യമാർക്ക് അവരെ വേണ്ടത്ര കിട്ടില്ല. അപ്പോൾ പേഴ്സണാലിറ്റീസ് വ്യത്യസ്തമാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാവരും ഒരുപോലെയല്ല. ഇപ്പോൾ വളരെ മിതഭാഷിയായിട്ടുള്ള ആളുകളുണ്ടാവും, വളരെ കുറച്ച് സംസാരിക്കുന്നവർ. എന്നാൽ വായാടിയായിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും ഉണ്ട്. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാളാണെങ്കിൽ, ഗണിതശാസ്ത്രപരമായ ബുദ്ധിയാണെങ്കിൽ, അല്ലെങ്കിൽ എൻജിനീയറിംഗ് ടാലൻ്റ് ആണ് ഒരാൾക്കുള്ളതെങ്കിൽ അയാളുടെ ആപ്റ്റിറ്റ്യൂഡും അയാളുടെ ഇഷ്ടങ്ങളും മറ്റൊരു ലെവലായിരിക്കും. അതുപോലെ ഈ ആസ്തറ്റിക് പ്ലഷേഴ്സ് അല്ലെങ്കിൽ കലാപരമായ ചാതുരിയും സംഗീതപരമായ ബുദ്ധിയൊക്കെ ഉള്ള ആളുകൾ വേറൊരു തലത്തിലാണ്. ഇങ്ങനെ ആളുകൾ വ്യത്യസ്തരാണ് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ ആളുകൾക്ക് അനുസരിച്ചുകൊണ്ട് അൻസിലുന്നാസം അനാസിലവും എന്ന് റസൂല് പറഞ്ഞല്ലോ, ജനങ്ങളെ അവരവരുടെ സ്ഥാനങ്ങളിൽ കുടിയിരുത്താം. അപ്പം നമ്മുടെ ഭർത്താവിൻ്റെ ലൈക്സും ഡിസ്ലൈക്സും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്താണ് എന്ന് നമ്മൾക്ക് അറിയണം. അതിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എന്നാൽ അയാളെ എൻ്റെ ഇഷ്ടത്തിലേക്ക് മാറ്റാനുള്ള പോരാട്ടത്തിലാണ് ഞാൻ നടക്കുക. ഭാര്യയുടെ ഇഷ്ടത്തിലേക്ക് ഭർത്താവിനെ മാറ്റാനും ഭർത്താവിൻ്റെ ഇഷ്ടത്തിലേക്ക് ഭാര്യയെ മാറ്റാനും ഈ രണ്ട് പോരാട്ടങ്ങൾ തമ്മിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നടക്കുക കലഹമാണ്. ഇതൊരിക്കലും യാഥാർത്ഥ്യമാവാത്ത കാര്യമാണ് അല്ലേ? ഇപ്പം എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഭാര്യയെ നിർബന്ധിക്കുന്നു, ഭാര്യ എൻ്റെ ഇഷ്ടത്തിലേക്ക് വരാൻ എന്നെയും നിർബന്ധിക്കുന്നു. ഇതിന് ബദല് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം പാരസ്പര്യത്തോടുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഒരാൾക്ക് ചൂടിനോടാണ് ഇഷ്ടം, ഒരാൾക്ക് തണുപ്പിനോടാണ് ഇഷ്ടം. ഇപ്പോൾ ഒരാൾ ഫാൻ ഇടാൻ പറയുന്നു, ഒരാൾ ഫാൻ ഇടാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുമ്പോൾ പരസ്പരം മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് താല്പര്യം ചെയ്യേണ്ടത്. അതുപോലെ പരസ്പരം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ അവിടെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അല്ലേ? എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നടക്കണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് അവരുടെ ഇഷ്ടങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ അഭിരുചികളും താല്പര്യങ്ങളും ഭർത്താവിനുണ്ടാകുമ്പോൾ ഒന്നിലും കോംപ്രമൈസ് ചെയ്യാൻ അയാൾ തയ്യാറാവില്ല. ഫോർ എക്സാമ്പിൾ,
ഇപ്പോൾ നല്ല യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി, ഭർത്താവാണെങ്കിൽ യാത്രയെ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ എന്നെ തീരെ പുറത്തേക്ക് കൊണ്ടുപോകില്ല എന്നുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് സാധാരണഗതിയിൽ ആ പെൺകുട്ടിക്ക് ഭർത്താവിനെ കുറിച്ച് ഉണ്ടാവുക. ഇവിടെ ഭർത്താവ് മനസ്സിലാക്കേണ്ടത് എനിക്ക് യാത്ര ഇഷ്ടമില്ല എങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് യാത്ര കൂടുതൽ ഇഷ്ടമുണ്ട്, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചില ത്യാഗങ്ങൾ ചെയ്തേ പറ്റൂ, അല്ല എങ്കിൽ ഈ ജീവിതം മുന്നോട്ട് പോവില്ല. ഈ ഒരു തിരിച്ചറിവില്ലായ്മയാണ് പലപ്പോഴും പെൺകുട്ടികൾ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനും കാരണമാവുന്നത്. വ്യത്യസ്തമായ അഭിരുചികളും അതുപോലെ തന്നെ താല്പര്യ മേഖലകളും. അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ നല്ല പഠിപ്പിസ്റ്റായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഗവേഷണ തൽപരതയുള്ള നല്ല റീഡിങ് മെന്റാലിറ്റിയുള്ള അങ്ങനെയൊക്കെ ഭർത്താക്കന്മാരുണ്ടാവും അല്ലെ. റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ഗവേഷണ തൽപരരായിട്ട് അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്ന, അത്തരം യാത്രകൾ നടത്തുന്ന, എന്നാൽ ആ മേഖലയിൽ ഒട്ടും താല്പര്യമില്ലാത്ത ഭാര്യയായിരിക്കും. അപ്പൊ ഭാര്യ അവിടെ ചെയ്യേണ്ടത് എൻ്റെ ഭർത്താവിന്റെ ആ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ താല്പര്യത്തെ മാറ്റാൻ ഒരിക്കലും അയാൾക്ക് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഒരു പാഷനാണത് അല്ലേ. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു മെന്റൽ പ്ലഷർ ഉണ്ട്. ആ പ്ലഷർ എൻ്റെ ജീവിത സന്തോഷത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതോടൊപ്പം എൻ്റെ ഭാര്യ കൂടി മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാക്കി പ്രോത്സാഹിപ്പിച്ച് അവൾ സംസാരിക്കുമ്പോൾ ദാമ്പത്യം സൂപ്പറായിട്ട് മുന്നോട്ട് പോകും. നേരെ മറിച്ച് എൻ്റെ കൗൺസിലിങ്ങിനെ കുറിച്ചും എൻ്റെ കൗൺസിലിംഗ് ലൈഫിനെ കുറിച്ചും നിരന്തരം കുറ്റപ്പെടുത്തുന്ന, ഇകഴ്ത്തുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന സംസാരങ്ങളാണ് എൻ്റെ ഭാര്യ എന്നോട് നടത്തുന്നതെങ്കിൽ അവളെ കേൾക്കാനോ അവളോട് അഡ്ജസ്റ്റ് ചെയ്യാനോ എൻ്റെ മനസ്സും തയ്യാറാവില്ല. അപ്പോൾ ഇത് രണ്ട് ഭാഗത്തും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പരസ്പരം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക. ആ തിരിച്ചറിവിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇഷ്ടങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഓൾ ആർ ഇൻഡിവിജ്വൽസ്, നമ്മളൊക്കെ വ്യത്യസ്തരാണ്, എല്ലാവർക്കും യുണീക്സ് ആണ് അല്ലേ. എന്നെപ്പോലെ ഈ ലോകത്ത് വേറൊരാളില്ല, നിങ്ങൾ ഓരോരുത്തരെ പോലെ ഈ ലോകത്ത് വേറൊരാളില്ല. എൻ്റെ ഈ ഒരു തമ്പ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നോക്കിയാൽ നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും പരസ്പരം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ അന്തരങ്ങളും ഒന്നും അതിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ വെക്കേണ്ട ഒരു സ്ഥാനത്ത് എൻ്റെ തമ്പ് തന്നെയാണ് വെക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും വെക്കേണ്ടിടത്ത് ഞാൻ എൻ്റെ തമ്പ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ്. അഥവാ ഇതിലൂടെ നമ്മുടെ സ്രഷ്ടാവായ നാഥൻ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അഥവാ നിങ്ങളെല്ലാവരും ഇൻഡിവിജ്വൽസാണ്, നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരാണ്. അപ്പോൾ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് ഈ വൈവിധ്യങ്ങളോട് കൂടിയിട്ടാണ്, ഈ ഡൈവേഴ്സിറ്റിയോട് കൂടിയിട്ടാണ്. ഈ വൈവിധ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ ഇഷ്ടം ഒരു പക്ഷേ തൻ്റെ പങ്കാളിയുടെ ഇഷ്ടത്തിന് നേരെ വിപരീതമാവാം. അപ്പോൾ അത് കണ്ടറിഞ്ഞ് ഉൾക്കൊണ്ട് പ്രോത്സാഹനം കൊടുക്കാനുള്ളൊരു സാഹചര്യം. ഇനി പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിലും ശരി, അവിടെ അടിച്ചമർത്തുകയും ശകാരിക്കുകയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ലൊരു ലൈഫ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടങ്ങളെ, അത് ഇണകളുടെ ദാമ്പത്യ ജീവിതത്തിൽ അതുപോലെ പങ്കാളിയുടെ ഇഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ് പോവുക. ഇവിടെ ഏറ്റവും കൂടുതൽ പലപ്പോഴും ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികളാണ്, പുരുഷന്മാർ സംബന്ധിച്ച് അവരുടെ ഇഷ്ടങ്ങൾ പിന്നെ മറ്റവരെ എതിർത്താലും ശരി സ്വാഭാവികമായിട്ടും അതിലൂടെ മുന്നോട്ട് പോവാറുണ്ട് ഒരു പരിധി വരെ. പക്ഷേ നമ്മുടെ വീടുകളിൽ വിവാഹം കഴിഞ്ഞെത്തിയ സഹോദരിമാർ അവർക്ക് പാഷനായിട്ടുള്ള, അവർക്ക് ഇൻട്രസ്റ്റുള്ള മേഖലയിൽ ഒരു പക്ഷേ നല്ല കഴിവും അതുപോലെ അറിവുമൊക്കെ ഉണ്ടെങ്കിലും ഭർത്താക്കന്മാരുടെ കാർക്കശ്യത്തിൻ്റെ മുന്നിൽ അത് അടിയറ വെക്കേണ്ടതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു ഭർത്താവ് കർക്കശത്തോട് കൂടിയിട്ട് ഇടപെട്ട് നിർത്തുമ്പോൾ അതിന് പകരം വെക്കാൻ ഒരു പക്ഷേ വേറെ ഒന്നും ഉണ്ടാവണമെന്നില്ല. ആ ഒരു അവസരത്തിൽ ഭർത്താവിനോടുള്ളൊരു ദേഷ്യം കൂടുകയും ദാമ്പത്യ ജീവിതത്തിനെക്കുറിച്ച് നെഗറ്റീവ് ചിന്തകൾ വരികയും ഇനി എന്തിനാണ് എനിക്ക് ഒരു ഭർത്താവ്, എൻ്റെ കഴിവുകൾക്കും എൻ്റെ ശേഷികൾക്കും ഒന്നും ഒരു പരിഗണനയും അംഗീകാരവും ഇല്ലല്ലോ, എൻ്റെ ഇഷ്ടങ്ങൾക്കൊരു പ്രോത്സാഹനം തരുന്നില്ലല്ലോ എന്ന രൂപത്തിലൊക്കെയാണ്. അപ്പോൾ നമുക്കൊക്കെ അള്ളാഹു വ്യത്യസ്തമായ സ്കില്ലുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ. അപ്പോൾ ഓരോരുത്തരുടെ സ്കില്ലുകൾ വ്യത്യസ്തമാണ്. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആ സ്കില്ലുകൾ മനസ്സിലാക്കിയിട്ട്, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, അവരുടെ പാഷൻ മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതാണ്. അടിച്ചമർത്തുന്നതിന് പറയും. സ്വാഭാവികമായിട്ട് ഈ മ്യൂസിക്കൽ കാര്യങ്ങളിലൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, എന്നിട്ട് ഈ ഹറാമായ മേഖലയിലേക്ക് പോകുന്നുണ്ടാവും. സ്വാഭാവികമായിട്ട് അത് നിയന്ത്രിക്കേണ്ടതാണ്. പക്ഷെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനെ പോസിറ്റീവ് ആംഗിളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ വിശുദ്ധ ഖുർആന്റെ പാരായണം അല്ലെ, അതൊരു പോസിറ്റീവ് ട്രൈറ്റ് ആണല്ലോ. അതേ മ്യൂസിക്കൽ ഇന്റലിജൻസ് പ്രൊമോട്ട് ചെയ്യേണ്ട മേഖല ഉണ്ട്. ആ മേഖലയിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്താൽ മതി. നേരെ മറിച്ച് ആ സംഗതിയേ പാടില്ല എന്നുള്ള നിലക്ക് നമ്മൾ ഒരു നിഷേധാത്മക സമീപനം സ്വീകരിക്കുമ്പോൾ ഒരു വെഞ്ചിയൻസ് ആണ്, അല്ലെങ്കിൽ ഒരു റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡാണ് രൂപം കൊള്ളുക. പിന്നെ അവിടെ ശ്രദ്ധിക്കാതെ പോകുന്നത്
ബുദ്ധിപരമായിട്ട് എല്ലാവരെയും അള്ളാഹു ഒരേ രൂപത്തിലല്ല സൃഷ്ടിച്ചത്. തീർച്ചയായും. ഇപ്പോൾ ഈ നാക്കാലികളെ മേയ്ക്കുന്ന ആളുകളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരിക്കൽ വളരെ രസാവഹമായ ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായി. ഒരു ഭാര്യയും മക്കളും എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരികയാണ്. അപ്പോൾ ഭർത്താവിനെ കുറിച്ചുള്ള വലിയ പരാതി, എൻ്റെ വീട്ടിലുള്ള നാക്കാലികളോട് ഈ ഭർത്താവിനുള്ള ഒരു സ്നേഹമുണ്ട്, പരിഗണന ഉണ്ട്, ശ്രദ്ധ ഉണ്ട്, അതിൻ്റെ ഒരു 10% എന്നോട് നിങ്ങൾ കാണിച്ചാൽ മതി. ഈ ഭാര്യ പറയാണ്. വിഷയം എന്താണെന്ന് വെച്ചാൽ നട്ടപ്പാതിരക്ക് ഇയാൾ എഴുന്നേറ്റിട്ട് ആ തൊഴുത്തിലേക്ക് പോയിട്ട് അവിടെ വേണ്ട സർവീസുകളൊക്കെ ആ നാക്കാലിക്ക് ചെയ്തു കൊടുക്കുകയാണ്. ആ ഒരു പരിഗണന പോലും ഇയാൾ എന്നോട് കാണിക്കുന്നില്ല. ഇവിടെ ഭാര്യ മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾക്ക് പെറ്റ് ആനിമൽസിനോട് അല്ലെങ്കിൽ ഇത്തരം നാക്കാലികളെ പോറ്റുന്നത്, കൃഷി നടത്തുന്നത്, കൃഷിയോടൊക്കെ വലിയ അഭിരുചിയുള്ള താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ അത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പെർഫെക്ഷനിസ്റ്റായ ഒരു പെണ്ണാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ചാണകം ചവിട്ടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ പാടത്ത് പണിയെടുത്ത് ചളിയുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു തോർത്ത് ഉടുത്തിട്ട് ആ ചളിയുടെ ചൂര് ആയിട്ടാണ് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ ഇറങ്ങിപ്പോയി ഇവിടുന്ന് എന്ന് പറഞ്ഞിട്ട് ആക്രോശിക്കുകയാണ്. എന്നാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളൊരു കർഷക താല്പര്യമുള്ള, ഫാമിങ്ങിനോട് അടങ്ങാത്ത അഭിനിവേശമുള്ള ഒരു വ്യക്തിയാണ്. അയാൾക്ക് അയാളുടെ റൂഹിൽ നിന്ന് അത് ഒഴിവാക്കാൻ പറ്റൂല. അതിനോടാണ് ഈ ഭാര്യ പോരാടുന്നത്. ഭാര്യ അവിടെ വസ്വാസുള്ള, OCD ഉള്ള ഒരു വ്യക്തിത്വമാണെങ്കിൽ ചെളി കാണുന്നതും അല്ലെങ്കിൽ ചാണകം കാണുന്നതും അവൾക്ക് അലർജി ആയിരിക്കും. അപ്പൊ ഇവിടെ അവിടെ ഒരു കോൺഫ്ലിക്റ്റാണ് ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു നല്ല ഒരു റിസോൾവിലേക്ക്, നല്ല ഒരു തീരുമാനത്തിലേക്ക് പോകണമെങ്കിൽ എൻ്റെ ഭർത്താവ് എന്താണ്, കൃഷിക്കാരനാണ്, അല്ലെങ്കിൽ നാക്കാലികളൊക്കെ പോറ്റുന്നതിൽ താല്പര്യമുള്ള ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അല്ല എങ്കിൽ എന്താ ഉണ്ടാവുക, എന്നും അതവിടെ വളർന്നുകൊണ്ടിരിക്കും. ഇതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ബുദ്ധിപരമായ വിഷയത്തിൽ വൂമ്പ് ക്യാരക്ടർ എന്ന് പറയും. അതായത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നാലും വളർച്ച പൂർത്തീകരിക്കാത്ത ചില വ്യക്തിത്വങ്ങൾ ഉണ്ട്. അപ്പൊ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരെ ടോട്ടൽ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അവരെ അവരുടേതായ ബുദ്ധിവികാസം കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളാനും ദാമ്പത്യം നയിക്കാനുമല്ലാതെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഡിവേഴ്സിലേക്ക് എത്തും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇതിൽ ഒരു അഡീഷനും കൂടി എനിക്ക് വരുത്തുള്ളത്, ഇപ്പോൾ വിവാഹ അന്വേഷണ സമയത്ത് താൻ വിവാഹം കഴിക്കുന്നത് ഒരു ബിസിനസ്മാനെയാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ഒരു കുട്ടി വിവാഹം കഴിക്കുന്നത്. അഥവാ തൻ്റെ ഭർത്താവ് ഒരു ബിസിനസ്മാനാണ്, അദ്ദേഹം അതിരാവിലെ വീട്ടിൽ നിന്ന് പോകേണ്ടി വരും, രാത്രി ഏറെ വൈകിയേ തിരിച്ചു വരും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നത്. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഈ പെൺകുട്ടി ഭർത്താവിൻ്റെ മുന്നിൽ വെക്കുന്ന ഒരു കണ്ടീഷൻ, യു വാണ്ട് ടു പ്രസൻറ്റ് ഹിയർ ഓൺ 8 o'clock എന്നുള്ളതാണ്. 8 മണിയാകുമ്പോഴേക്ക് നിങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ഒറ്റയടിക്ക് ആ ഒരു തീരുമാനം ഉൾക്കൊള്ളാൻ ഒരു പക്ഷേ ആ ഭർത്താവിന് സാധിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരുടെ ജോലിയും അവരുടെ പ്രൊഫഷൻ, അതുപോലെ തന്നെ അവരുടെ പാഷൻ, ഇതെല്ലാം ഉണ്ടാവും. അത് പോസിറ്റീവായിട്ട് മനസ്സിലാക്കി പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയെങ്കിലേ നല്ലൊരു ദാമ്പത്യ ജീവിതം. ഷമീം സാർ ഇവിടെ സംഭവിക്കണം എന്താ അറിയോ, ഇപ്പോൾ ഇതൊക്കെ നേരത്തെ അറിയുമെങ്കിൽ ഞങ്ങളെ കല്യാണം കഴിക്കുമായിരുന്നില്ല എന്നാണ് സാധാരണ പറയാ. അപ്പോ ഇതൊക്കെ നേരത്തെ അറിയില്ലല്ലോ. നേരത്തെ അറിയാൻ ഇതിപ്പോ അദൃശ്യമായ കാര്യങ്ങളൊന്നും അള്ളാഹു അറിയിച്ചു കൊടുത്തില്ല. പിന്നെ ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്, പ്രീ മാരിറ്റൽ, വീണ്ടും ഞാൻ മുന്നോട്ട് കൊണ്ടുവരുന്നത്, പ്രീ മാരിറ്റൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു മണിക്കൂറുള്ള കോഴ്സല്ല. ശരിക്കും ഇസ്ലാമികമായിട്ടുള്ള ദാമ്പത്യ ജീവിതം എന്ത് എന്ന് സമഗ്രമായി അറിവ് നൽകുന്ന, പരിചയപ്പെടുത്തുന്ന ഒരു നല്ല കോഴ്സ്. അത് ഡിസൈൻ ചെയ്ത് അതിൽ പഠിതാക്കളായി പങ്കെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതം മനോഹരമാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് മെറിറ്റൽ ലൈഫ്, ദാമ്പത്യ ജീവിതത്തിന്റെ വിധിവിലക്കുകൾ, എന്ത് പാടുണ്ട് പാടില്ല. അപ്പോൾ ഒരു കുട്ടി മെൻസ്ട്രേഷനിലാണ് അല്ലേ, മെൻസ്ട്രേഷൻ സമയത്ത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ് നിങ്ങൾ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ ആവേശത്തിലാണ് അവനുള്ളത്. കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന്റെ ആദ്യ നാളുകളിലാണ്. അപ്പോൾ അതിന്റെ ഹെഡ് എന്താണ്, അത് അവൻക്ക് അറിയാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഹി ഇൻസിസ്റ്റ് ഓൺ ഡൂയിങ് ദാറ്റ്. അവൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ നിർബന്ധിക്കുകയാണ്. പക്ഷെ അത് അവളിൽ ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള ഒരു ഷോക്ക് ഉണ്ട്, അതായിരിക്കും ഫർദർ ലൈഫിനെ ബാധിക്കുന്നത്. അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് നമ്മുടെ വിവരമില്ലായ്മയാണ്. നമുക്ക് വിവരമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി അല്ലേ. നമ്മൾ 100 പവനും 50 പവനും ഒക്കെ ഒരുക്കിയിട്ട് കുട്ടിയെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് മേക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞേക്കും. എന്നാൽ ഈ ഭർത്താവുമായിട്ട് ഒരു നല്ല ദാമ്പത്യം നയിക്കണമെങ്കിൽ
ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഓവർ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ഓവർ കെയർ ചെയ്യുന്നവരുണ്ട്, പ്രത്യേകിച്ച് പാരൻസ്. കുട്ടി ആവശ്യപ്പെടുന്ന സകല വസ്തുക്കളും വാങ്ങിക്കൊടുത്ത് കുട്ടിയെ മോശമാക്കിയ ചില രക്ഷിതാക്കളുണ്ടാവും അല്ലേ? ഈ കുട്ടി പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉമ്മയും ഉപ്പയും വീട്ടിൽ നിന്ന് പൂർത്തീകരിച്ചിട്ടാണ് കുട്ടിയെ കല്യാണം കഴിച്ചു വിടുന്നത്. എന്നാൽ കല്യാണം കഴിച്ചു വിടുന്ന വീട്ടിൽ ഭർത്താവ് ഒരു പിഷ്കനാണെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഇവരെ പോലെ പ്രൊട്ടക്ട് ചെയ്യാത്ത, കെയർ ചെയ്യാത്ത, സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരു ഭർത്താവാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഒരിക്കലും ആ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള അനവധി കേസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം എന്നുള്ളത് സ്വപ്ന ജീവിതമല്ല. ഇറ്റ് ഈസ് നോട്ട് റിയൽ ലൈഫ്, ഇറ്റ് ഈസ് റിയൽ ലൈഫ്. അത് റിയൽ ലൈഫ് അല്ല, റിയൽ ലൈഫാണ്. അപ്പോൾ സ്റ്റാർക്ക് റിയലിറ്റീസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടി വരിക, അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നാൽ അത് ഒരു ഹെല്ലിഷ് അല്ല, നരകതുല്യല്ല. കാരണം ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസത്തോടൊപ്പം രണ്ട് എളുപ്പമുണ്ട്. ഇപ്പൊ ഇന്ന് കുട്ടികൾ ഇങ്ങനെ പ്രയാസമുള്ള ഒരു ജീവിതമാണെങ്കിൽ ഇന്ന് ദാമ്പത്യം തന്നെ വേണ്ട. സുഖം കിട്ടണമെങ്കിൽ ദുഃഖം വേണ്ടേ? ഇരുട്ടുണ്ടെങ്കിലല്ലേ വെളിച്ചുള്ളൂ. അപ്പോൾ അള്ളാഹു ഈ പ്രപഞ്ചത്തിലുള്ള സംവിധാനത്തെ ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടു ഡ്വല്ലായിട്ടാണ്, സുഖ ദുഃഖ സമ്പൂർണമായിട്ടാണ് അല്ലെ? ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നമ്മുടെ മക്കൾക്ക് കല്യാണത്തിന് മുമ്പ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം. അതിൽ നിന്ന് നമ്മൾ പിന്നോക്കം പോയതാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള കാരണം. ഭൗതിക വിദ്യാഭ്യാസം നമ്മൾ നന്നായി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു കുട്ടിയുടെ മെന്റൽ പവറിനെ ക്രൈസിസ് മാനേജ് ചെയ്യാൻ അല്ലെ, ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരു AC ഓഫ് ആകുന്ന ഒരു വണ്ടിയിൽ കയറുമ്പോഴേക്ക് അലോസരപ്പെടുകയാണ്, സഹിക്കാൻ പറ്റില്ല. ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ക്രൈസിസിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ല് എക്വയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതം എന്നുള്ളത് പറുദീസയാണ്. കാരണം കിട്ടുന്ന ഓരോ മൊമെന്റും എൻ്റെ ജീവിതത്തിലെ പരീക്ഷണമാണ് എന്നും ആ പരീക്ഷണത്തിൽ ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ട് അതനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ എല്ലാം അൽഹംദുലില്ലാ അല്ലെ, ഒരു കുഞ്ഞ് നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ പോലും അൽഹംദുലില്ലാ ആ ഒരു പദവിയിലേക്ക് നമ്മൾ ഉയരും. എപ്പോൾ നമ്മുടെ വിശ്വാസം അത്രത്തോളം ദൃഢമാകുന്ന ഘട്ടത്തിൽ. ഇപ്പോൾ ദാമ്പത്യ ജീവിതം അതിനെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം, ഒരു നോളജ് അത് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. അതിൻ്റെ അഭാവമാണ് പലപ്പോഴും വിവാഹമോചനങ്ങളിലേക്ക് എത്താനുള്ള കാരണങ്ങളായി നമ്മൾ കാണുന്നത് എന്നുള്ളത്. അതിനുള്ള സംവിധാനങ്ങൾ വീണ്ടും നമ്മൾ ഈ സ്നേഹക്കൂടിൽ ആവർത്തിക്കുന്നത് പ്രീ മറൈറ്റൽ കോഴ്സുകൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഡിസൈൻ ചെയ്ത് അതിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. മഹല്ല അടിസ്ഥാനത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ വരണമെന്നാണ്. അതോടൊപ്പം തന്നെ റിയൽ ലൈഫ് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം റിയൽ ലൈഫ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ന്യൂജൻ കുട്ടികളൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് കയറി വരുന്നത് അവർ ചില റീലുകളിലും ഷോർട്സുകളിലും അതുപോലെ തന്നെയുള്ള മറ്റു സംവിധാനങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയകളിൽ വരുന്ന ചില ക്ലിപ്പുകളിലും വീഡിയോകളിലൊക്കെ കാണുന്ന ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ്. റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിയൽ ലൈഫിൽ കണ്ടതിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ റിയൽ ലൈഫും എൻറ്റയർലി ഡിഫറൻ്റ് ആണ് എന്നുള്ള മനസ്സിലാക്കുക. ഇനി ഈ മീഡിയകൾക്ക് വേണ്ടി ക്യാമറയുടെ മുന്നിൽ വരുന്ന പല ആളുകളും അവരുടെ ജീവിതത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ പലപ്പോഴും ഒന്നുകിൽ നരകയാതന അനുഭവിക്കുന്ന ആളുകളാണ്, അതല്ലെങ്കിൽ അവരുടെ വീടുകളിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളല്ല ഏറ്റവും മാന്യമായിട്ട് തങ്ങളുടെ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടെന്നതാണ്. അപ്പോൾ ക്യാമറയുടെ മുന്നിൽ വന്ന് എന്തും കാണിക്കുന്ന അത് ജനങ്ങളുടെ മുന്നിൽ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് പലപ്പോഴും യാഥാർത്ഥ്യമായ ജീവിത സത്യങ്ങളല്ല എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഇന്നും നമ്മൾ ഒരുപാട് പെൺകുട്ടികൾ എന്തുകൊണ്ട് വിവാഹമോചനം ആവശ്യപ്പെടുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. 3 എപ്പിസോഡുകളായി നമ്മൾ ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇനിയുമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനിയുമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. സ്വാഭാവികമായും ഇന്നത്തെ നമ്മുടെ സമയവും ഇവിടെ അതിക്രമിച്ചിരിക്കുന്നു. ബഹുമാന്യ പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, എന്തിനാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ ഓപ്പണായി നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ഇതിൻ്റെ കെടുതികൾ, ഇതിൻ്റെ പ്രയാസങ്ങൾ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഇന്ന് ഉണ്ട് എന്നുള്ള ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് ഉണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഒരു യാതനകൾ, ഈ ദുഃഖങ്ങൾ, ഈ സങ്കടങ്ങൾ അനുഭവിക്കുന്ന 100 കണക്കിന് 1000 കുട്ടികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പം അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അതിൻ്റെ ഒരു എളിയ പരിശ്രമമാണ് പീസ് റേഡിയോ അതിൻ്റെ സ്നേഹക്കൂടിലൂടെ ഈ നിർവഹിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും
അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ഈ മേഖലയിൽ ഞങ്ങൾക്ക് തരണം, അഥവാ പീസ് റേഡിയോക്ക് നൽകണം എന്ന് ആവശ്യപ്പെടുകയാണ്. സ്വാഭാവികമായും ഇതുപോലുള്ള ചർച്ചകളുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇന്നും നമ്മോടൊപ്പം ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് ഈ ഒരു എപ്പിസോഡിൽ വളരെ നല്ല നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാന്യനായ പ്രൊഫസർ സയദ് സാറിന് ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. പീസ് റേഡിയോ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം. പ്രാർത്ഥനയാണ് വീണ്ടും വീണ്ടും നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഒരു പക്ഷേ ഇതുപോലെയുള്ള ഏതാനും മുഖങ്ങൾ മാത്രമാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന, രാവും പകലും എന്ന വ്യത്യാസമില്ലാതെ, ഊണും ഉറക്കവുമില്ലാതെ, ഇത് സത്യമായിട്ടാണ് നമ്മൾ പറയുന്നത്, യാഥാർത്ഥ്യത്തോടു കൂടി അത്രയും ത്യാഗ മനോഭാവത്തോടു കൂടി യാത്രകൾ ചെയ്ത് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെ പലപ്പോഴും ഈ ക്യാമറ കണ്ണിലൂടെ നിങ്ങൾ കാണാറില്ല എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ നിങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെടുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.